നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങയും വൻപയറും കൂടെയുള്ള എരിശ്ശേരിയാണ്. അതിനായി ഞാനിവിടെ അരക്കപ്പ് അളവിൽ വൻപയറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നന്നായി കഴുകിയതിന് ശേഷം മിനിമം 3 മണിക്കൂറേലും കുതിർത്ത് വെച്ചതിന് ശേഷം വേണം നമ്മളിതൊന്ന് വേവിച്ചെടുക്കാൻ. നെകക്കെ വെള്ളമൊഴിച്ച് കുക്കറിൽ 3 വിസിലെങ്കിലും വരുന്നിടം വരെ വേണം വേവിച്ചെടുക്കാനായിട്ട്. പയറിൻ്റെ വേവ് എന്ന് പറഞ്ഞാൽ വെന്തു എന്നാൽ ഉടഞ്ഞു പോവാത്ത ഒരു പരുവമാണ്. അപ്പോൾ ഇനി ഒരു വിസിലും കൂടെ അടുപ്പിക്കാനുണ്ട് മത്തങ്ങയുടെ ചേർത്ത്. അപ്പോൾ ഞാൻ മത്തങ്ങ ഈ ഷേപ്പിലാണ് കേട്ടോ അരിഞ്ഞെടുത്തേക്കുന്നത്. അല്പം തൊലി ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് തൊലി മൊത്തത്തിലും കളഞ്ഞെടുക്കാം. അപ്പോൾ അതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഇനി നമ്മൾ വേവിച്ചെടുത്ത പയറിലേക്ക് മത്തങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മത്തങ്ങ നേരത്തെ കഴുകി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പയറിൻ്റെ പരിവം ഒന്ന് കാണിച്ചു തരാവേ. നോക്കിയേ, ഇപ്പോൾ അധികം ഉടഞ്ഞു പോയിട്ടും ഇല്ല, എന്നാൽ വെന്തിട്ടുമുണ്ട്. അപ്പോൾ ഈ പരിവാണ് കേട്ടോ പയറുള്ളത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പ് നോക്കിയതിന് ശേഷം പിന്നെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇത് വേവിച്ചെടുക്കണം. അതിനു മുമ്പ് വെള്ളം ആവശ്യമുണ്ടോ എന്ന് നോക്കണേ. ഇതിന് നെകക്കെ വേണം വെള്ളം ഒഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ചതിന് ശേഷം ഒരു വിസിൽ വരുത്തിയാൽ മതിയാകും. അപ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടും. ഇനി ഇത് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്കിതിനാവശ്യമുള്ള അരപ്പ് തയ്യാറാക്കണം. അപ്പം അതിനായിട്ട് ഞാനിവിടെ 6 ചെറിയുള്ളി, 6 വെളുത്തുള്ളി, 1 സ്പൂൺ ജീരകം, 17-18 കാന്താരി, പിന്നെ ഞാൻ എടുത്തേക്കുന്നത് മൊത്തം അരമുറി തേങ്ങയാണ്. അപ്പോൾ ഈ അരമുറി തേങ്ങ കൊണ്ട് തന്നെയാണ് ഞാൻ അരപ്പ് തയ്യാറാക്കുന്നതും അതുപോലെ ഇതിൽ വറുത്തിടുന്നതും. അപ്പോൾ കുറച്ചെടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കിയും കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാമേ. ഇനി നല്ല രീതിയിലൊന്ന് അരച്ചെടുത്തു. ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ മത്തങ്ങയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണേ. ഒരുപാടൊന്നും അങ്ങ് ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതിയേ. ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മുടെ അരപ്പാണ്. നല്ലതായിട്ട് അരച്ചുകൊണ്ട് ഞാൻ വന്നിട്ടുണ്ട്. ഇനി അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി അരപ്പും ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് ചേർക്കാൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ പ്രോസസ്സും കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് തിളച്ച് കിട്ടിയാൽ മതി. അപ്പം ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഓഫാക്കണം. ഇപ്പം നമുക്ക് കാണാം ചെറുതായിട്ടൊന്ന് തിള വരുന്നുണ്ട്. അപ്പം കുറച്ചും കൂടെ തിള വരുമ്പോൾ നമുക്ക് ഓഫാക്കാമേ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒന്ന് വറുത്ത് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് അല്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞാൽ കടുക് പൊട്ടിക്കാം. 1 സ്പൂൺ കടുകാണ് കേട്ടോ ഞാൻ പൊട്ടിച്ചത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും 3 വറ്റൽമുളകുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 6-7 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് സവാള വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ കുറച്ച് തേങ്ങ മാറ്റി വെച്ചായിരുന്നല്ലോ. അപ്പോൾ ആ തേങ്ങയാണ് കേട്ടോ ഇനി ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നല്ലതായിട്ട് ബ്രൗൺ കളർ ആവുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് കാണാൻ നല്ല ബ്രൗൺ കളറായി. ഇനി നമുക്ക് ഓഫ് ചെയ്ത് നമ്മുടെ കറിയിലേക്ക് ഈ വറവൊന്ന് ചേർത്ത് കൊടുത്താൽ മതിയേ. വറവൊക്കെ ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ കറിയൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എരിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ എരിശ്ശേരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക.